അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മൾ ബോർഡിൽ ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റൻ. നിങ്ങളെ ക്വസ്റ്റൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ പഴയ ക്വസ്റ്റൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ടെക്സ്റ്റ് ബുക്കിലെ മിസ്ലേനിയസിൽ കിടക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇവിടം വരെ ഇവിടെ നോക്കിയ എ ഇൻവേഴ്സോട് ചേർത്തായിരിക്കും ഇവിടെ എക്സാമിന് ചോദിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു മെട്രിക്സിന്റെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് എന്നുള്ളതാണ്. പിന്നെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പോകുന്നുണ്ടോ? എക്സാമൊക്കെയാണ്, നന്നായിട്ട് പഠിക്കും എന്ന് ആണ് തോന്നുന്നത് എല്ലാവരും. ഇല്ലെങ്കിൽ പണി കിട്ടും. കാരണം വളരെ സീരിയസ് ആയിട്ട് പോകാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ എക്സാമിന് ആകുമ്പോഴത്തേക്ക് ഇത്തിരിയൊക്കെ ഒരു ചൂടും കാര്യങ്ങളൊക്കെ മീൻസ് സീരിയസ്നെസ് ഒക്കെ വരും. നേരത്തെയൊക്കെ സീരിയസ് അല്ലാതൊക്കെ ആയി പഠിച്ചു വന്നിരുന്നു. പക്ഷെ എക്സാം എത്തുമ്പോൾ കുറച്ചൊക്കെ പഠിക്കും. പക്ഷെ അത് പോരാതെ വരുന്നവരുണ്ട്. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ പഠിച്ചു വെച്ചു കേട്ടോ. എക്സാമിന്റെ ക്വസ്റ്റ്യന്റെ നേച്ചർ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ എപ്പോഴും കരുതിയേക്കണം. എന്നെങ്കിലും നമുക്ക് ജസ്റ്റ് പാസ്സൊക്കെ ആവുന്ന രീതിയിൽ കൂടാണ് പഠിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ തന്നെ പഠിച്ചേക്കണം. നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ. A is equal to 3, 1, minus 1 to show that a square minus 5a plus 7a is equal to 0 and hence find the a inverse. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഈ ഇക്വേഷനെ പ്രൂവ് ചെയ്യണം. ഈ ഇക്വേഷനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള ടേംസുകളെല്ലാം കണ്ടുപിടിക്കണം. അതിനുള്ളിൽ ഇപ്പൊ എ സ്ക്വയർ ഉണ്ട്. നമ്മുടെ ഇപ്പൊ എ ഉണ്ടല്ലോ. എ ഉണ്ടെങ്കിൽ എ സ്ക്വയറിനെ കണ്ടുപിടിക്കാം. എ ഇൻറ്റു എ. അപ്പൊ അത് ആദ്യം നമ്മൾ ചെയ്യണേ. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ. ദാറ്റ് ഈസ് 3, 1, minus 1, 2. Again 3, 1, minus 1, 2. രണ്ട് മെട്രിക്സ് തമ്മിൽ ഇൻഡു ചെയ്യുന്നതിനുള്ള പണിയൊക്കെ അറിയാമല്ലോ. എന്തൊക്കെയാ ചെയ്യണം? നമ്മൾ ആദ്യം ഫസ്റ്റ് റോ ഇങ്ങനെ ഫസ്റ്റ് മെട്രിക്സിന്റെ റോ വൈസ് ആയിട്ടും സെക്കൻഡ് മെട്രിക്സിനെ ഇങ്ങനെ കോളം വൈസ് ആയിട്ടും ഒന്ന് ഡിവൈഡ് ചെയ്യണം കേട്ടോ. അതാണ് ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ. കാരണം നമ്മൾ ഇങ്ങനെയാണ് ഇൻഡു ചെയ്ത് വരുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഫസ്റ്റ് റോയും കൊണ്ട് ഫസ്റ്റ് കോളത്തിലുള്ളവരെ ഇൻഡു ചെയ്ത് ആഡ് ചെയ്യണം. എങ്ങനെയാ? ഇൻഡു ചെയ്ത് ആഡ് ചെയ്യണം. അപ്പൊ 3 into 3 9 plus 1 into minus 1 minus 1. ഫസ്റ്റ് ടൈം ഒന്നുകൂടെ നോക്കിക്കേ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ ചെയ്യുമ്പോൾ 3 into 3 9 plus 1 into minus 1 minus 1. പിന്നെയും ഫസ്റ്റ് റോ കൊണ്ട് തന്നെയാണ്. പക്ഷെ സെക്കൻഡ് കോളത്തിലുള്ള രണ്ടുപേരെയാണ് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കൊണ്ട് ഫസ്റ്റ്. ദാറ്റ് ഈസ് 3 into 1 3 plus 1 into 2. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഫസ്റ്റ് റോയും കൊണ്ട് ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോയും കൊണ്ട് സെക്കൻഡ് കോളം. ഇനി കോളം തീർന്നുകൊണ്ട് അടുത്തതിലാണ്. ഇനി നമ്മുടെ ഈ -1 എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ചെയ്യണം, ഇതും കൊണ്ട് ഇതിനെ ചെയ്യണം കേട്ടോ. ഇതും കൊണ്ട് ഇതിനെ ചെയ്യുമ്പോൾ -1 into 3 that is -3 plus 2 into -1 -2 കേട്ടല്ലോ. -1 into 3 plus 2 into -1. അടുത്തത് -1 into 1 -1 plus 2 into 2 4. That is equal to 9 plus -1 9 minus 1 8 3 plus 2 5 -3 plus -2 -5 and -1 plus 4 is 3. അപ്പോൾ 8 5 -5 3. അപ്പോൾ നമ്മുടെ a സ്ക്വയർ കിട്ടി. അപ്പോൾ ഷോ ദാറ്റ് എന്നുള്ളതിനുള്ളിൽ a സ്ക്വയറിനെ കിട്ടി. ബാക്കിയൊക്കെ നമുക്ക് ഇനി ചെയ്യേണ്ട, അങ്ങോട്ട് ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തുകൊണ്ട് എഴുതുന്നത് LHS ഈക്വൽ ടു a സ്ക്വയർ minus 5a plus 7a is equal to. ഇല്ലേ? ഇനി നമ്മൾ ചുമ്മാ അങ്ങോട്ട് പെരുക്കിട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി കേട്ടോ. എ സ്ക്വയറിന് എക്ക് ഐക്ക് ഐ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് 1 0 0 1 കേട്ടോ. മറന്നുപോലെ ഐ എന്ന് പറയുമ്പോൾ അവർ തരില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതൊരു 2x2 മെട്രിക്സ്. 2 റോയും 2 കോളം അല്ലേ? 2 റോയും 2 കോളം ആണെങ്കിൽ ഇവിടുത്തെ ഐക്ക് കൊടുക്കേണ്ടത് 1 0 0 1. ഓക്കെ. അപ്പൊ ആദ്യം എ സ്ക്വയറിന് വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് 8 5 -5 3 minus 5 into a എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 3 1 minus 1 2 plus 7 into i എന്ന് പറഞ്ഞാൽ 1 0 0 1. കറക്റ്റ് ആണല്ലോ. a സ്ക്വയർ -5 into a plus 7 into i. ഇതിനെ നമുക്ക് ഫുൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് കിട്ടും. 4 പേരും 0 ആയിരിക്കും. 0 0 0 0 അങ്ങനെ കേട്ടോ. എല്ലാം സീറോസ്. That is equal to 8 5 -5 3 എഴുതി. മൈനസ് ഇട്ടിട്ട് 5 കൊണ്ട് മാത്രം ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. 5 into 3 എത്രയാണ്? 15. 5 into 1 5 5 into -1 -5. ശ്രദ്ധിക്കേണ്ടത് ഈ മൈനസിനായിട്ട് പുറത്തിട്ട് പോകാൻ 5 കൊണ്ട് മാത്രമാണ് ഇൻറ്റു ചെയ്യുന്നത്. 5 into 2 10 പ്ലസ് 7 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 7 0 0 7. ക്ലിയർ ആയല്ലോ? ഇതെല്ലാം കൂടെ ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കിക്കേ മോനെ. That is equal to
8 minus 15, ആൻസർ ഈസ് -7. കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് ചെയ്താൽ മതി കേട്ടോ. 8 minus 15. അടുത്ത 5 minus 5, 0. അടുത്ത -5 minus -5. അപ്പൊ -5 ഈ രണ്ട് മൈനസ് പ്ലസ് ആകുമ്പോൾ -5 + 5, അത് എത്ര കിട്ടും? 0. അടുത്ത 3 minus 10. 3 minus 10 ഈസ് -7. അപ്പോൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്തു. പ്ലസ് ഇത് നോക്കി എഴുതണം. 7 0 0 7. ആദ്യത്തെ രണ്ട് മെട്രിക്സ് തമ്മിലാണ് ഇത് ചെയ്തത്. ഇത് നോക്കി എഴുതി. ഇത് നോക്കിക്കേ. -7 + 7 എത്ര കിട്ടും? 0. 0 + 0 0. 0 + 0 0. -7 + 7 again 0. എല്ലാം 0 കേട്ടോ. അപ്പം 0. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ പ്രൂഫായി. a² - 5a + 7a = 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഈ ഇക്വേഷനെ കണ്ടിന്യൂ ചെയ്ത് വേണം കേട്ടോ. ഹെൻസ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മൾ തൊട്ട് മുമ്പിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അയാളെ കണ്ടിന്യൂ ചെയ്ത് വേണം ചെയ്യാൻ അർത്ഥം. അല്ലാതെ വേറെ മെനു കൂടെ ചെയ്താൽ മാർക്ക് തരില്ല. അതുകൊണ്ട് ഹെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ കിട്ടിയതാണ്. ഇത് 0 എന്നില്ലയോ, അത് അങ്ങോട്ട് എടുത്ത് എഴുതണം. a² - 5a + 7i = 0 എന്നെടുത്ത് എഴുതണം. ഈ ഇക്വേഷനെ ഇനി നമ്മൾ ചെയ്ത് a ഇൻവേഴ്സിനുള്ളിൽ നിന്നും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഒരു ഇക്വേഷൻ, നമ്മൾ സാധാരണ ഒരു മെട്രിക്സിനെ ചെയ്താണ് അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചിട്ട് a ഇൻവേഴ്സ് ചെയ്യുന്നത്. ഇവിടെ അതല്ല, ഈ ഇക്വേഷനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് എത്തണം. അതിനുവേണ്ടി ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ ഫുള്ള് നമ്മൾ മൾട്ടിപ്ലൈ ബൈ a ഇൻവേഴ്സ്. ഈ ഇക്വേഷനെ ഫുള്ള് ലെഫ്റ്റിലും റൈറ്റിലും a ഇൻവേഴ്സ് കൊണ്ട് ഇൻഡ് ചെയ്യണം കേട്ടോ. a ഇൻവേഴ്സ് കൊണ്ട് എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ ഇതിനെ ഇൻഡ് ചെയ്യണം, ഇതിനെ ഇൻഡ് ചെയ്യണം, ഇതിനെ ഇൻഡ് ചെയ്യണം, ഇതിനെ ഇൻഡ് ചെയ്യണം. 4 പേരെ അങ്ങോട്ട് തകർത്തേക്കണം ഇൻഡ് ചെയ്ത് കേട്ടോ. ദാറ്റ് ഈസ് എങ്ങനെ വരും? a² × a ഇൻവേഴ്സ് -5a × a ഇൻവേഴ്സ് 7i × a ഇൻവേഴ്സ് 0 × a ഇൻവേഴ്സ്. അത്രയേ ഉള്ളൂ. 1 2 3 4 പേരെയും a ഇൻവേഴ്സ് കൊണ്ട് ഇൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇനി ഇൻഡ് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ a × a ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ i ആണെന്നുള്ളത് എല്ലാവരും പഠിക്കണം. a × a ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ i ആവും കേട്ടോ. ഓക്കെ, a × a ഇൻവേഴ്സ്. ഇവിടെ നോക്കിക്കേ, a² × a ഇൻവേഴ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ a² നെ 2 തവണയാണ് a × a ഇൻവേഴ്സ്. ഓക്കെ, -5 ഇവിടെ കറക്റ്റ് ആണ്. a × a ഇൻവേഴ്സ്. a × a ഇൻവേഴ്സ് ആരാവുന്ന നമ്മൾ പഠിച്ചത്? i. അടുത്ത നോക്കിക്കേ, 7i × a ഇൻവേഴ്സ്. ഇവിടെ a ഇൻവേഴ്സും i തമ്മിൽ ഇൻഡ് ചെയ്താൽ a ഇൻവേഴ്സ് എന്ന് കിട്ടും കേട്ടോ. നമ്മളിപ്പോ സാധാരണ 2 × 1 2 കിട്ടത്തില്ലയോ, അതേപോലെയാണ് i എന്ന് പറയുന്നത്. a ഇൻവേഴ്സ് കൊണ്ട് i ഇൻഡ് ചെയ്താൽ a ഇൻവേഴ്സ് തന്നെ കിട്ടും കേട്ടോ. ഈ 0 × a ഇൻവേഴ്സ് ആര് തന്നെയാവും? 0. ഓക്കെ, ഇവിടെ കണ്ടോ, a × a ഇൻവേഴ്സ്. ഈ a × a ഇൻവേഴ്സ് ആരാവും? ദാറ്റ് ഈസ് a × i -5 × i + 7 × a ഇൻവേഴ്സ് = 0. ഈ a × i എന്ന് പറഞ്ഞാൽ അങ്ങ് a ആവും കേട്ടോ. ഞാൻ അതങ്ങ് എഴുതുകയാണ്. a × i എന്നുള്ളത് a ആയിട്ട് മാറ്റി. ഇപ്പോഴാണ് നമുക്ക് ഇത്രയാണ് കിട്ടിയത്. ഇവിടെയാണ് നമുക്ക് വേണ്ട a ഇൻവേഴ്സ് കിടക്കുന്നുണ്ട്, 7a ഇൻവേഴ്സ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈക്വലിന്റെ ഇടത്തെ സൈഡിൽ ഇനി ആ 7a ഇൻവേഴ്സിനെ മാത്രം എഴുതിയാൽ മതി. ഈ 2 പേര് ഈക്വലിന്റെ അപ്പുറത്ത് കൊണ്ടുപോകണം. നമുക്ക് a ഇൻവേഴ്സ് അല്ലേ വേണ്ടത്. അപ്പൊ a ഇൻവേഴ്സ് ഉൾപ്പെടുന്ന ടേമിനെ മാത്രം ഇടത്തെ സൈഡ് എഴുതിയാൽ മതി. എന്ത് വരും? 7a ഇൻവേഴ്സ് = എന്ന് എഴുതണേ. ഈ ഈക്വലിന്റെ ലെഫ്റ്റിൽ ഇയാളെ മാത്രമേ എഴുതുള്ളൂ കേട്ടോ. അപ്പൊ ഇവർ 2 പേരും അപ്പുറത്ത് പോകും. അപ്പുറത്ത് 2 സൈൻ മാറും. ഇത് അപ്പുറത്ത് ചെല്ലുമ്പോൾ സൈൻ മാറും, ഇത് അപ്പുറത്ത് സൈൻ മാറും. ഇതിപ്പോ a + ഇല്ല, അത് അപ്പുറത്ത് ചെല്ലുമ്പോൾ -a ആവും. ശരിയല്ലയോ? ഈ a അപ്പുറത്ത് ചെല്ലുമ്പോൾ -a. ഇത് -5a, അത് അപ്പുറത്ത് ചെല്ലുമ്പോൾ +5a. അതുകൊണ്ട് ഞാൻ തിരിച്ചെഴുതിയേ. ഇത് അപ്പുറത്ത് ചെല്ലുമ്പോൾ പോസിറ്റീവ് വേണ്ട, ആദ്യം എഴുതി. ഇത് അപ്പുറത്ത് ചെല്ലുമ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടാമത് എഴുതിയിട്ടുണ്ട്. സൈൻ മാറി അപ്പുറത്ത് ചെല്ലുമ്പോൾ കേട്ടോ. അപ്പൊ 7a ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 5 × i - a എന്നാണ്. 5 × i. i എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല. 1 0 0 1 -a. a എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അവനെ ക്വസ്റ്റ്യൻ ആരാ നോക്കിക്കേ. 3 1 -1 2. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ 5 × i - a, that is 7a ഇൻവേഴ്സ് = 5 അകത്തോട്ട് ഇൻഡ് ചെയ്യുമ്പോൾ 5 × 1 5, 5 × 0 0, 5 × 0 0, 5 × 1 5, -3 1 -1 2. -7 നമുക്കൊരു പുതിയ മെട്രിക്സ് ഉണ്ട് കേട്ടോ. 5 - 3, ആൻസർ ഈസ് 2. 0 - 1 -1, 0 - -1 +1,
5 മൈനസ് 2 3. ഇതാണ് 2 മൈനസ് 1 1 3 അല്ലേ? ഇതാണ് നമുക്ക് കിട്ടിയ പുതിയ മെട്രിക്സ്. ഇത് എത്ര? 7 A ഇൻവേഴ്സ് കേട്ടോ. നമുക്ക് വേണ്ടത് വെറി A ഇൻവേഴ്സ്. അപ്പൊ 7 A ഇൻവേഴ്സിൽ നിന്ന് വെറി A ഇൻവേഴ്സ് ആകണമെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആ മെട്രിക്സിനെ. ദാറ്റ് ഈസ് 2 മൈനസ് 1 1 3 ഡിവൈഡഡ് ബൈ 7. പ്രോബ്ലം തീർന്നു കേട്ടോ. കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് A ഇൻവേഴ്സ് ഈക്വൽ അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് കൂടെയുള്ള മെത്തേഡ് കൂട്ടി കിട്ടി. ഇതിന്റെ ഡിറ്റർമിനന്റ് നോക്കിക്കാൻ നിങ്ങൾ. ഡിറ്റർമിനന്റ് 3 into 2 6 മൈനസ് 1 into 1 -1. കറക്റ്റ് 7 എന്നെ മോനെ കിട്ടിയത് കേട്ടോ. അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് കറക്റ്റ് 7 വന്നിട്ടുണ്ട്. ഇത്രയാണ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ചോദിച്ചാൽ 4 മാർക്സ് ഷുവർ ആണ്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ടാമത്തെ ഈ പോർഷൻ അറിയില്ല. ആദ്യത്തേത് പിന്നെ എങ്ങനെയെങ്കിലും ചെയ്യും, പക്ഷെ രണ്ടാമത്തെ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. കാണാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവരും കൂടെ പഠിച്ചോ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരും. അടിപൊളിയായിട്ട് പഠിച്ചേക്കണം. മാക്സിമം ഷെയർ ചെയ്തേക്കണം, മാക്സിമം ഫോളോ ചെയ്തേക്കണം. ഗുഡ് ബൈ.